അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അഹങ്കാരികളിൽ ഒരാളായിരുന്നു ഫിർഔൻ. അവൻ ഒരു രാജാവ് മാത്രമായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയാൻ പോലും അവൻ ധൈര്യപ്പെട്ടു. ജനങ്ങളെ അടിമകളാക്കി, നിരപരാധികളെ കൊന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. അള്ളാഹു പല അടയാളങ്ങളെയും അവന് കാണിച്ചു കൊടുത്തു. വടി സർപ്പമായി മാറി, കടൽ പിളർന്നു, ഒന്നിന് പിന്നാലെ ഒന്നായി മുന്നറിയിപ്പുകൾ ലഭിച്ചു. എന്നിട്ടും അവൻ്റെ ഹൃദയം വിനയപ്പെട്ടില്ല. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും കടൽ കടന്നു. ഫിർഔനും അവൻ്റെ സൈന്യവും അവരുടെ പിന്നാലെ ഓടി. കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. കടൽ വീണ്ടും ഒന്നായി. തിരമാലകൾ ഫിർഔനെയും അവൻ്റെ സൈന്യത്തെയും വിഴുങ്ങി. മുങ്ങിത്താഴുന്ന ആ നിമിഷത്തിൽ ജീവിതകാലം മുഴുവൻ നിഷേധിച്ച ഫിർഔൻ പറഞ്ഞു, ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച ദൈവത്തിലല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോൾ വളരെ വൈകിയിരിക്കുന്നു. മരണം കൺമുമ്പിലെത്തിയ ശേഷമുള്ള വിശ്വാസം അവനെ രക്ഷിച്ചില്ല. അള്ളാഹു അവൻ്റെ ശരീരം പിന്നീട് വരുന്ന തലമുറകൾക്ക് ഒരു അടയാളമായി സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ കഥ ഒരു രാജാവിൻ്റെ കഥ മാത്രമല്ല, ഓരോ മനുഷ്യനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. പാപത്തിൽ ജീവിച്ചുകൊണ്ട് അവസാനം തൗബ ചെയ്യാം എന്ന് കരുതരുത്. മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അതിനാൽ ഇന്നു തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാം. ഇന്നു തന്നെ തൗബ ചെയ്യാം. ഇന്നു തന്നെ നമസ്കാരം കാത്തു സൂക്ഷിക്കാം. കാരണം നാളെ എന്നൊരു ദിവസം നമുക്ക് ലഭിക്കുമെന്ന് ആരും ഉറപ്പു നൽകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഫിർഔന്റെ ജീവിതം അവസാനിച്ചു. പക്ഷേ അവൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അള്ളാഹു ഖുർആനിൽ ഒരു അത്ഭുതകരമായ കാര്യം പറയുന്നു. ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷിക്കും. നിന്നെക്കുറിച്ച് പിന്നീട് വരുന്നവർക്ക് അത് ഒരു ദൃഷ്ടാന്തമായിരിക്കാനാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഫിർഔന്റെ ശരീരം മനുഷ്യർ കണ്ടെത്തി. ഇന്ന് അത് ഈജിപ്തിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായി അറിയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ അത് കാണാൻ എത്തുന്നു. ലോകം ഭരിച്ച രാജാവ് ഇന്ന് ഒരു ഗ്ലാസ് പെട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? അധികാരവും സമ്പത്തും പ്രശസ്തിയും മരണം തടയില്ല. അള്ളാഹുവിനെ നിഷേധിച്ച ജീവിച്ച ഒരാളുടെ അന്ത്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠമായി മാറി. ചിന്തിച്ചു നോക്കൂ, ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഫിർഔന്റെ മുന്നിൽ തലകുനിച്ചിരുന്നു. ഇന്ന് ആരും അവനെ സഹായിക്കാനില്ല. അവൻ്റെ കൊട്ടാരങ്ങൾ അവനോടൊപ്പമില്ല. അവൻ്റെ സൈന്യം അവനോടൊപ്പമില്ല. അവൻ്റെ സമ്പത്തും അവനോടൊപ്പമില്ല. അവശേഷിച്ചത് അവൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഫിർഔന്റെ കഥ മാത്രമല്ല, ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കണ്ണാടിയാണ്. നമുക്കും ഒരു ദിവസം ഈ ലോകം വിട്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ പേര് ആളുകൾ ഓർക്കുന്നതല്ല പ്രധാനമായത്, അള്ളാഹു നമ്മെ എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അഹങ്കാരം ഉപേക്ഷിക്കാം, അനീതി ഉപേക്ഷിക്കാം, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാം. ഓരോ ദിവസവും ഈമാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. കാരണം ഈ ലോകത്തിൽ ശാശ്വതമായി ജീവിച്ച ഒരു മനുഷ്യനും ഉണ്ടാകില്ല. എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരുടെ പ്രതിഫലം ഒരിക്കലും അവസാനിക്കുകയില്ല. അള്ളാഹു നമ്മെ സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിർത്തുകയും ഫിർഔന്റെ അഹങ്കാരത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.